ജൂലൈ 30 യൂത്ത് ലീഗ് ദിനമാണ്. 1980 പരേതനായ നയനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അന്ന് ഭാഷകളോട് കാണിച്ച ചിറ്റമ്മ നയവും അതോടൊപ്പം തന്നെ അറബി, ഉറുദു, സംസ്കൃതം ഭാഷകൾക്കെതിരെ കൊണ്ടുവന്ന കരിനിയമവും ഉപേക്ഷിക്കണം എന്ന് ആ ഭാഷാപ്രേമികളുടെ താല്പര്യവും പരിഗണിച്ച് മുസ്ലിം യൂത്ത് ലീഗ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിൻ്റെ അനിഷേധ്യനായ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് ഈ ആവശ്യം ശക്തമായി പൊതുവേദികളിലും നിയമസഭക്കകത്തും ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള പരിഗണനയും നൽകാൻ അന്ന് ആ ഗവൺമെൻറ് തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഭാഷ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആ കരിനിയമവുമായി ആ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിച്ചു. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് പറഞ്ഞു, അധ്യാപകരോ അതുപോലെ ജീവനക്കാരോ സമര രംഗത്തേക്ക് വരേണ്ടതില്ല. ഈ സമരം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. സമുദായം ഈ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. അതുകൊണ്ട് അറബി അധ്യാപകർ സ്കൂളുകളിലേക്ക് പോകണം, അവരവിടെ പഠിപ്പിക്കണം. അതുപോലെ മറ്റു അധ്യാപകരും സ്കൂളുകളിലേക്ക് പോകണം, അവർ സമരം ചെയ്യേണ്ടവരല്ല എന്ന പ്രഖ്യാപനം നടത്തി. അതിനെ തുടർന്നാണ് യൂത്ത് ലീഗ് പ്രത്യക്ഷ സമര പരിപാടികളുമായി രംഗത്ത് വരുന്നത്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ വില്ലേജ് തലം മുതൽ AU ഓഫീസ് മുതൽ DO DD ഓഫീസ് ഉൾപ്പെടെ പലപ്പോഴായി സത്യാഗ്രഹങ്ങളും ധർണകളും ഒക്കെ നടത്തി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അതിലൊന്നും ഗവൺമെൻറ് വഴങ്ങില്ല. കരിനിയമവുമായി മുന്നോട്ട് തന്നെ എന്ന ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് ശക്തമായ പ്രക്ഷോഭണ പരിപാടി ആരംഭിക്കാൻ വേണ്ടി വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 80 ജൂലൈ 30 അന്ന് പരിശുദ്ധ റമദാൻ 17 ഞങ്ങൾ ഈ സംസ്ഥാനത്തെ എല്ലാ കളക്ട്രേറ്റുകളും പിക്കറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം കൈക്കൊണ്ടത്. ആ തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ടു. വലിയ പബ്ലിസിറ്റി ഒന്നും ഞങ്ങൾ കൊടുത്തിരുന്നില്ല. അധികൃതരെയൊക്കെ ഞങ്ങൾ അറിയിച്ചു. അതുപോലെ ഓരോ സ്ഥലത്തും അന്ന് ഉണ്ടാവേണ്ട നേതാക്കന്മാരുടെ പേരുകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ ഞങ്ങളുടെ കൂടി കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് എല്ലാ ജില്ലകളിലും, വിശേഷിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ യൂത്ത് ലീഗിൻ്റെ നിരവധിയായ പ്രവർത്തകന്മാർ അതിരാവിലെ തന്നെ കലക്ട്രേറ്റുകൾക്ക് മുമ്പിൽ എത്തിച്ചേർന്നു. ആ സമരം ആരംഭിച്ചു. ആ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലണം എന്നുള്ള തീരുമാനം അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതിൻ്റെ ഫലമായി യാതൊരു പ്രകോപനവുമില്ലാതെ മലപ്പുറത്ത് നിഷ്കരുണം, ഒരു മുന്നറിയിപ്പുമില്ലാതെ വെടിവെപ്പ് നടന്നു. അതിൽ നമ്മുടെ പ്രിയപ്പെട്ട 3 സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ, കൊച്ചനുജന്മാർ, റഹ്മാൻ, മജീദ്, കുഞ്ഞിപ്പ തുടങ്ങിയവർ കലക്ട്രേറ്റിന് മുമ്പിൽ തന്നെ വെടിയേറ്റ് പിടഞ്ഞ് മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഭരണക്കാരന്ന് ധരിച്ചു വെച്ചത് 3 സഹപ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ യൂത്ത് ലീഗ് പിന്നീട് സമരരംഗത്തുണ്ടാവില്ല, ഇതോടെ അവസാനിച്ചു എന്ന് മാത്രമല്ല, അധികാരികൾ ആക്രോശിച്ചു. അവർ പറഞ്ഞു, കൊഞ്ചൻ തുള്ളിയാൽ മുട്ടോളം, അത് കഴിഞ്ഞ് ചട്ടിയിൽ. അതുകൊണ്ട് ഇനി യൂത്ത് ലീഗിന് അനങ്ങാൻ സാധിക്കില്ല എന്ന
പ്രഖ്യാപനം പരസ്യമായി അവർ നടത്തുകയും ചെയ്ത സാഹചര്യത്തിൽ ഞങ്ങൾ വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് ഗ്രേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചു. ആ ഗ്രേറ്റ് മാർച്ച് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അന്ന് ഗവൺമെൻറ് അത്തിമടക്കി എന്ന് മാത്രമല്ല, ആ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇച്ഛാശക്തിയോടുള്ള യുവാക്കളുടെ മുന്നേറ്റത്തെ തടയാൻ കഴിയില്ല എന്ന് ഉറപ്പു വന്ന സാഹചര്യത്തിൽ അന്ന് മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിനെ വിളിച്ച് ഇനി നിങ്ങളുടെ കുട്ടികളോട് സമരം ചെയ്യരുത് എന്ന് പറയണം, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് മുഴുവനും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു, അത് ഞങ്ങൾ ഈ വെള്ളക്കടലാസ് വേണമെങ്കിൽ ഒപ്പിട്ടങ്ങ് തരാം, നിങ്ങൾക്ക് എഴുതി ചേർക്കാം എന്ന രീതിയിൽ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബേബി ജോൺ സംസാരിക്കുകയും അതിനെ തുടർന്ന് ആ പ്രശ്നം അതോടെ പര്യവസാനിക്കുകയും ചെയ്യാൻ ഉണ്ടായിട്ടുള്ളത്. മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ സമരം, ആ സമരം ഏറെ നിശ്ചയദാർഢ്യത്തോടെയും സത്യസന്ധതയോടുകൂടിയും ആത്മാർത്ഥതയോടെയും അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ആവശ്യമാണ് എന്ന് ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു വമ്പിച്ച വിജയം കൈവരിക്കാൻ അന്ന് യൂത്ത് ലീഗിന് സാധിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് പ്രവർത്തകന്മാർക്ക് അന്ന് പരിക്കേറ്റിട്ടുണ്ട്, വെടിയേറ്റിട്ടുണ്ട്, അതുപോലെ നിരവധിയായ കള്ളക്കേസുകൾ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നേരിടുന്ന കാര്യത്തിലും ഇച്ഛാശക്തിയോടുകൂടി മുസ്ലിം ലീഗ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത്, അന്നത്തെ ആ കാലഘട്ടത്തിൽ മുസ്ലിം ലീഗ് ഞങ്ങളെ സഹായിച്ചു എന്നുള്ളത് എക്കാലത്തും യൂത്ത് ലീഗ് നന്ദിയോടുകൂടി സ്മരിക്കും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അസ്സലാമു അലൈക്കും.